Hi, Namaste, welcome back. Please welcome back to my channel, Mintrader. ഫോറക്സ് മാർക്കറ്റിൽ എങ്ങനെ സക്സസ്ഫുൾ ആയി ട്രേഡ് ചെയ്യാം, ഇതിൽ ഞാൻ ട്രെൻഡി മാർക്കറ്റും കാണിക്കുന്നുണ്ട്, സൈഡ് വേസ് മാർക്കറ്റും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നല്ല ട്രെൻഡി മാർക്കറ്റായിരുന്നു. ഫുള്ള് മോർണിംഗ് തൊട്ട് നല്ലൊരു ഡൗണിഷാണ് പോയത്, നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട് ഇതുവരെ. പക്ഷേ ഇന്നലത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് മോർണിംഗ് തൊട്ട് മാർക്കറ്റിന് വലിയ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. സ്കാൽപ്പിങ്ങിൽ ചെറിയ ട്രേഡുകൾ കിട്ടിയെന്നല്ലാണ്ട് നമുക്കൊരു പ്രോപ്പറായിട്ട് ഡൗൺ പോയത് നമുക്ക് ഈവനിങ് സെക്ഷനിലാണ്. ഈവനിങ്ങിലാണ് നമുക്ക് നല്ല ട്രേഡ് കിട്ടിയത്. അപ്പോൾ ഇതുപോലത്തെ മാർക്കറ്റിൽ നമ്മുടെ സോഫ്റ്റ് എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത് കൂടെ കാണിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഏത് മാർക്കറ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ NSE മാർക്കറ്റ് ആയിക്കോട്ടെ, MCX ആയിക്കോട്ടെ, ഫോറക്സ് ആയിക്കോട്ടെ, നമ്മുടെ സോഫ്റ്റിൽ കറക്റ്റ് എൻട്രി പോയിന്റും കാണിച്ചു വരുന്നുണ്ട്, എക്സിറ്റ് പോയിന്റ്, അതേപോലെ റിവേഴ്സിൽ നമുക്ക് എടുക്കണോ വേണ്ടി ഹോൾഡ് ചെയ്യണോ, നമുക്ക് കുറച്ചുകൂടെ ഹോൾഡ് ചെയ്താൽ നമുക്ക് മാർക്കറ്റ് ഇനിയും ഡൗണിലേക്ക് പോകാൻ ചാൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയറിലൂടെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ഫോറക്സ് മാർക്കറ്റിൽ നമ്മൾ എപ്പോഴും വെക്കേണ്ട ടൈം ഫ്രെയിം 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമാണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ടൈം ഫ്രെയിം. അപ്പം ഇതിൽ നമുക്ക് മെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി 5 മിനിറ്റ്സിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ലെന്നല്ല, പക്ഷേ എല്ലാ മാർക്കറ്റിലും 5 കിട്ടില്ല. ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിൽ 5 മിനിറ്റ്സ് നല്ലൊരു ട്രേഡായിരുന്നു. നല്ല ട്രേഡ് എന്ന് പറഞ്ഞാൽ 1 സൈഡ് മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നല്ലൊരു ഡൗണിഷ് പോയിട്ടുണ്ട്. 2-3 പ്രാവശ്യം നമുക്ക് ബ്രേക്കൗട്ട് പോയി. ഇപ്പോഴാണൊന്ന് ചെറുതായിട്ട് കയറാൻ നോക്കുന്നത്. അതിന് മുമ്പ് വരെ മാർക്കറ്റ് നല്ലൊരു ഡൗൺ ആയിരുന്നു. പക്ഷേ ഇന്നലത്തെ പോലെ മാർക്കറ്റിലൊക്കെ നോക്കിയാൽ ഒരുപാട് നമുക്ക് അപ്പ് ഡൗൺസ്, ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇന്നലത്തെ മാർക്കറ്റിൽ ഒരുപാട് അപ്പ് ഡൗൺസ് വരും. അപ്പോൾ ഇതുപോലെ അപ്പ് ഡൗൺസ് നമുക്ക് ഒരുപാട് വരുമ്പോൾ ഏതെടുക്കണം ഏതെടുക്കണ്ടെന്ന് വളരെ കൺഫ്യൂസിങ് നമുക്ക് വരും. അപ്പോൾ ഇതുപോലത്തെ സാഹചര്യത്തിൽ നമുക്ക് 5 വെക്കുന്ന കൂട്ടത്തിൽ, ഇപ്പോൾ 5 വെക്കരുതെന്നല്ല പറയുന്നത്, 5 വെക്കുമ്പം നമുക്ക് ആക്ച്വലി 30 മിനിറ്റ്സും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചു തരാം, രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇന്നലെ ട്രേഡ് എടുത്തു, ഇന്ന് ട്രേഡുമായിട്ട് ഞാൻ കമ്പയർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഇത്രയും ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ചെയ്യേണ്ട വിധം ഞാൻ പറഞ്ഞു തരാം, സിമ്പിളാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഇത് 5 മിനിറ്റ്സ് വെച്ച് ഞാൻ കാണിച്ചത്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വന്ന ബൈ ആണിത്. ഈ ബൈ ഇപ്പം നമുക്ക് കുറച്ച് മുമ്പ് 3 മണിക്ക് വന്നിട്ടുണ്ട്, അതിൻ്റെ എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബൈസിക്കിൾ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിൽ കളർ ഗ്രീൻ പോയാൽ പോരാ, ഈ താഴത്തെ ഗ്രീനും കൂടെ കൺഫേം ആയാലും നമുക്ക് ആ ട്രേഡ് പോവുള്ളൂ. ഈ ഗ്രീനും താഴത്തെ ഗ്രീനും ബൈ സോണും കൂടെ നമുക്ക് ഓക്കെ ആണ്. ഇപ്പോൾ ഇത് ഓൾറെഡി ഇവിടുന്ന് ഒന്ന് കയറി ഓപ്പൺ ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് തിരിച്ചിറങ്ങിയിട്ടേ കയറുള്ളൂ. അപ്പോൾ ആ പൊസിഷനിൽ നമ്മൾ എടുത്തേച്ചാൽ മതി. അപ്പോൾ ഇത്രയും കയറിപ്പോൾ ഓൾമോസ്റ്റ് ഇവിടുന്ന് ഒറ്റ കയറ്റം കയറിയിട്ട് ഓപ്പൺ ആകും. അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ കയറി എടുത്താൽ ചിലപ്പം കുറച്ചുകൂടി ചിലപ്പോൾ തിരിച്ചിറങ്ങും. അപ്പോൾ തിരിച്ചിറങ്ങിയിട്ട് വേണം തിരിച്ച് കയറുന്ന ആ പോർഷനിലെടുക്കും. ഇപ്പോൾ ഈ ട്രേഡ് കണ്ടോ, ഇവിടെ നമുക്ക് കൺഫേം ആയത് ഈ ക്യാൻഡിലാണ്. അവിടെ നിന്ന് സപ്പോർട്ട് ആ പോർഷനിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നേരെ താട്ടിറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ഹൈക്കിൽ പെട്ടെന്ന് കയറി, പക്ഷേ ചിലപ്പോൾ ഒന്ന് ബാക്ക് അടിച്ചിട്ടേ കയറുള്ളൂ. അതുകൊണ്ട് ആ കൺഫർമേഷനും വൈകുന്നത്. ഇപ്പോൾ കറക്റ്റ് പൊസിഷനിൽ കൺഫേം കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് അവിടെ ട്രേഡ് എടുത്തേച്ചാൽ മതി. അല്ലാതെ ട്രേഡ് കുറച്ച് നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് പോയിന്റ് കയറിയാണെങ്കിൽ അവിടെ തിരിച്ചിറങ്ങിയിട്ട് എടുക്കാൻ ശ്രമിക്കുക, അതാണ് ബെറ്റർ. SL ഹിറ്റാകാൻ ചാൻസ് കുറവായിരിക്കും അതുപോലത്തെ പോർഷനിൽ. അത് 30 മിനിറ്റ്സും കൂടെ കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ 30 മിനിറ്റ്സും കൂടെ കമ്പയർ ചെയ്യാൻ കാണിച്ചു തരാം. ഇപ്പോൾ നോക്കിയാട്ടെ, ഇപ്പോൾ ഇന്നത്തെ ട്രേഡ് നോക്കി, ഇന്നത്തെ ട്രേഡ് നമുക്ക് ഇവിടുന്ന് ഡൗൺ ഇറങ്ങി ഇവിടെയാണ് കൺഫേം ആയത്. അവിടെ താഴെ ഓക്കെ, അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ ട്രേഡ് നോക്കി, ഇന്നലത്തെ ട്രേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മോർണിംഗിലൊരു നമുക്ക് ബൈസിക്കിൾ കൺഫേം ആയിട്ടില്ല, ഒരു ഹൈക്ക് പോയിട്ടുണ്ട് മാർക്കറ്റിൽ, പക്ഷേ കൺഫേം ഇല്ല. അത് കഴിഞ്ഞ് മാർക്കറ്റ് താട്ടിറങ്ങി, അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ പോയത് ഇവിടുന്നാണ്. ഇപ്പോൾ ഈ സെല്ല് നമുക്ക് കൺഫർമേഷൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് സൈഡ് വേസ് ഇടയ്ക്ക് ഉണ്ടായിരുന്നു, പക്ഷേ പ്രോപ്പറായിട്ടൊരു ഡൗൺ സപ്പോർട്ട് അടിച്ചത് ഇവിടുന്നാണ്. അവിടെ നിന്ന് നല്ല രീതിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ട്രേഡ് എടുക്കുന്ന അപ്രോക്സിമേറ്റ് 2910 ഇറങ്ങിയ ഇറക്കം 2892 വരെയൊക്കെ പോയിട്ടുണ്ട്. നല്ല ഇറക്കമായിരുന്നു, നല്ലൊരു ട്രേഡായിരുന്നു അത്. പക്ഷേ അതേ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് 5 മിനിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇന്നലെ എടുത്ത ട്രേഡ് പ്രകാരം നോക്കുമ്പോൾ ഇന്നലെ രാവിലത്തെ മോർണിംഗ് സെക്ഷനിൽ മൊമെൻ്റ് ഉണ്ടായിരുന്നു. മോർണിംഗ് സെക്ഷനിൽ കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിലെ കണ്ടിന്യൂഷനിൽ നമുക്ക് റെസിസ്റ്റൻസ് അടിച്ച് കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു സെല്ല് വന്നു. പക്ഷേ ഈ സെല്ല് നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഇതൊരു ഹൈക്ക് ഡൗൺ ആണ്. ഈ ഡൗൺ അടിച്ച് ഇത്രയും ഞാൻ നേരത്തെ കാണിച്ച ബൈ ഇല്ല, ആ ബൈ പോലുള്ളൊരു പോർഷനാണിത്. ഈ ഡൗൺ ഓൾറെഡി ഇവിടെ നിന്ന് ഇറങ്ങി, ഇത്രയും ഇറങ്ങി. അപ്പോൾ ഇനിയപ്പോൾ ചിലപ്പോൾ കുറച്ചിറങ്ങിയത് നമ്മൾ നോക്കുമ്പോൾ തിരിച്ചു കയറും. അപ്പോൾ ഈ കയറ്റത്തിൽ നിന്ന് ഇവിടെ വേണം പിടിക്കാൻ, അതാണ് ഞാൻ ആ ബൈ പറഞ്ഞത്. ഇന്ന് ഇപ്പോൾ വന്ന ആ ട്രേഡ് പോലത്തെ ട്രേഡാണിത്. ഇതൊരു ഹൈക്ക് അടിച്ച് ഈ ക്യാൻഡിലിൽ നിന്ന് കയറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കയറി ഇവിടെ ചിലപ്പോൾ ഇറങ്ങിയിട്ടേ കയറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ട്രേഡ് എടുക്കാതിരിക്കുക. അങ്ങനത്തെ സെക്ഷനിൽ ഇവിടെ നിന്ന് ട്രേഡ് എടുക്കുക. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ തിരിച്ച് കയറ്റത്തിൽ നിന്ന് നമുക്ക് ഈ കയറ്റത്തിൽ നിന്ന് കയറി പിടിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ട്രേഡ് പോകണം. അവിടെ അപ്രോക്സിമേറ്റ് നമ്മൾ 2920 നമ്മൾ ഇറക്കം 13 വരെയൊക്കെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഇത് കൺഫേം അല്ല, പിന്നെ ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ ഈ ഇറക്കത്തിൽ രണ്ടാമത് ട്രേഡ് കയറി പിടിക്കാം. അവിടെ നിന്നൊരു 170 നമുക്ക് പിന്നെയും പോയിട്ടുണ്ട് 05 വരെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 1-2 ട്രേഡുകൾ നമുക്ക് സെല്ലിൻ്റെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ, പിന്നെ ലാസ്റ്റത്തെ ആ സെല്ലിൻ്റെ നല്ലൊരു ഡൗൺ. അപ്പോൾ ആ ഡൗൺ വരുമ്പോൾ തന്നെ അറിയാം, സപ്പോർട്ട് ലെവൽ നോക്കിയേ
നല്ല സ്ട്രോങ് ആയിരുന്നു. ആ സ്ട്രോങ്ങിന് നല്ലൊരു അടിച്ചിറക്കം നമുക്ക് നടന്നിട്ടുണ്ട്. നല്ല റിട്ടേൺസ് ആയിരുന്നു കിട്ടിയത്. ഇന്ന് പക്ഷേ ഇന്ന് നോക്കണ്ട, ഇന്ന് 5 മിനിറ്റ്സിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. 5 മിനിറ്റ്സിൽ നമുക്ക് നോക്കുമ്പോൾ അവിടെ നിന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് ചെറുതായിട്ട് കയറാൻ നോക്കിയെങ്കിൽ പിന്നെ സപ്പോർട്ട് അടിച്ചടിച്ച് മാർക്കറ്റ് ഇറങ്ങുമായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഈസിയാണ് മനസ്സിലാക്കാൻ. ഇതേപോലെ തന്നെയാണ് എല്ലാ മാർക്കറ്റിലും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സോഫ്റ്റിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡ് വേസ് മാർക്കറ്റ്. ഇപ്പം ഇന്നലത്തെ മാർക്കറ്റിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ 30 മിനിറ്റ്സ് കറക്റ്റ് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. അവിടെ സെല്ല് തന്നെയായിരുന്നു. ഇന്നലെ ഒരു ബൈ തന്നെ കൊടുത്തിട്ടില്ല. പക്ഷേ ഇടയ്ക്കൊന്ന് കയറാൻ നോക്കിയാൽ അവിടെ പ്രോപ്പർ ബൈ ഇല്ലെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കാനും എളുപ്പമാണ്. ഇനി മുമ്പത്തെ മാർക്കറ്റ് നോക്കിയാൽ അറിയാം, നമുക്ക് കഴിഞ്ഞ ദിവസം സെല്ലിൻ്റെ കണ്ടിന്യൂവേഷൻ പോയി സപ്പോർട്ട് ഇവിടെ അടിച്ചിറങ്ങി, പിന്നെ ചെറുതായിട്ട് തിരിച്ച് കയറാൻ നോക്കിയാൽ ടോട്ടൽ ഇറക്കുമായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇതിനകത്ത് ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ലൈവിൽ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സോഫ്റ്റ് വർക്ക് ചെയ്യുന്ന മെത്തേഡ് ലൈവിൽ പറയുന്നുണ്ട്. ഓക്കെ, പറഞ്ഞ് നമ്മൾ കൊടുക്കും, നമുക്ക് മനസ്സിലാക്കി കൊടുക്കും. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.